കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പെന്ന് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ അവകാശവാദം. ബി.ജെ.പിയുടെ വർഗീയതയെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സമസ്തയുടേതടക്കം എല്ലാവരുടെയും വോട്ട് LDF ലഭിക്കുമെന്നും എളമരം കരീം 24-നോട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം നമുക്കൊപ്പം ചെയ്യുന്നു. കൊട്ടിക്കലാശം കഴിഞ്ഞു, അതിൻ്റെ ഒരു ആത്മവിശ്വാസം എത്രമാത്രമാണ്? നല്ല പരിപാടിയായിരുന്നു കൊട്ടിക്കലാശം. നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. LDF പ്രവർത്തകരിൽ നല്ല ആത്മവിശ്വാസത്തിൽ ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഇന്നലെ കണ്ട പങ്കാളിത്തം. നല്ല വിജയപ്രതീക്ഷയുണ്ട്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം പുരോഗമിക്കുന്നു. അതെ 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 വിട്ടുപോയ വല്ലവരുണ്ടോ നോക്കുക. കാണാനോ വിളിക്കാനോ ബാക്കിയുണ്ടെങ്കിൽ അത് അത്രയേ ഉള്ളൂ. വികസനവും അതുപോലെ രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ്. ഒരു അട്ടിമറി തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമായത്. അപ്പോൾ അത് നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയം. 2021 നല്ല വിജയമാണ് ഈ മണ്ഡലത്തിലെ 6 മണ്ഡലങ്ങളിലുണ്ടായത്. ഒരു മണ്ഡലം മാത്രമാണ് UDFന് കിട്ടിയത്. ആ രാഷ്ട്രീയ സ്വാധീനത്തെ ഉറപ്പിച്ച് നിർത്തിയാൽ LDF വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥയും ലീഗും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ BJP ഗവൺമെൻറ്റിൻ്റെ വർഗീയ നിലപാടിനെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. പൗരത്വ നിയമം മാത്രമല്ല, ഒട്ടേറെ പ്രശ്നങ്ങൾ അവരുടെ അവസരവാദ നിലപാട് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പല വിഭാഗങ്ങളും ജനങ്ങളും അവർക്കെതിരാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പറയുകയും അത് പിന്നീട് ചട്ടലംഘനമായി UDF ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പരിശോധന പൂർത്തീകരിക്കുമ്പോൾ അത് ചട്ടലംഘനം ഇല്ല എന്ന് കളക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ സ്പോർട്സ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത ഒരു പദ്ധതിയാണ്. അദ്ദേഹം അത് റെഫർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ വാർത്തയാക്കാൻ വേണ്ടി ഒരു പരാതി കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചത് തെറ്റില്ല എന്ന് കണ്ടു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അതിൽ യാതൊരു ലംഘനവുമില്ല, ചട്ടലംഘനമില്ല എന്ന്. അവസാനം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. വലിയ ആത്മവിശ്വാസത്തിലുമാണ് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.